ഗ്രാമത്തിലെ തെരുവുകളിൽ വിഷമവും സങ്കടവും നിറഞ്ഞു നിന്നു. ഭണ്ഡാരിലാൽ കണ്ടുപിടിച്ചു അതിനൊരു തീരുമാനം. ചീത്തയൊന്നുമില്ല, ജനങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിച്ചു കൂവരകും ചോക്ലേറ്റും കൊണ്ട് ഉണ്ടാക്കി പുതിയ രുചി. എല്ലാരും അത് കഴിച്ചു. എല്ലാവരുടെ മുഖത്തും പുഞ്ചിരി വന്നു. സാധാരണ മനുഷ്യനുണ്ടാക്കിയതാണ് ഈ മാന്ത്രിക അത്ഭുതം. ഈ ദിവസം ഭണ്ഡാരിലാൽ ജോലിക്ക് പോകുന്നത് മുതൽ തുടങ്ങുകയാണ്. അദ്ദേഹം തന്റെ വീട്ടിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ തിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന് വിശപ്പുണ്ടായി. അതുകൊണ്ട് അദ്ദേഹം കഴിക്കാൻ തീരുമാനിച്ച് ഒരു ചെറിയ ഫാസ്റ്റ് ഫുഡ് കടയിലേക്ക് കഴിക്കാനായി ചെന്ന് കയറി. അവിടെ അദ്ദേഹം എന്തെങ്കിലും പെട്ടെന്ന് കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാലേ അദ്ദേഹത്തിന് സമയത്തിന് ജോലിക്ക് പോകാൻ സാധിക്കൂ. ചേട്ടാ ഒരു പ്ലേറ്റ് സമോസ തരൂ. ശരി ചേട്ടാ, ഒരു 5 നിമിഷം വെയിറ്റ് ചെയ്തോളൂ, നിങ്ങൾക്ക് ചൂടുള്ള സമോസ എടുത്തു തരാം. ഭണ്ഡാരിലാലു ശരിയെന്ന് തല അനക്കി സമ്മതിച്ചു. എന്നിട്ട് അടുത്തുണ്ടായിരുന്ന ഒരു ടേബിളിൽ അദ്ദേഹം ചെന്ന് ഇരിക്കാനായി ചെന്നു. അപ്പോഴാണ് അദ്ദേഹം അവിടുത്തെ ബെഞ്ച് ശ്രദ്ധിച്ചത്. അദ്ദേഹം നോക്കിയപ്പോൾ ആ ബെഞ്ച് ഒട്ടും വൃത്തിയിലായിരുന്നു. അതിൽ വേസ്റ്റ് ഒക്കെ കിടപ്പുണ്ടായിരുന്നു. ഒരുപാട് ഈച്ചകൾ അതിനു ചുറ്റിലും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ സങ്കടം വീണ്ടും കൂടി. പിന്നീടാണ് അദ്ദേഹം ശ്രദ്ധിച്ചത് ഈ സ്റ്റാൾ സ്ഥിതി ചെയ്യുന്നത് ഒരു തുറന്ന അഴുക്ക് ചാനലിനടുത്താണ്. ആ സ്ഥലം അദ്ദേഹത്തിന് ഒട്ടും തന്നെ ഇഷ്ടമായില്ല. ചേട്ടാ എന്താ ഇത്, ഈ ടേബിൾ ക്ലീൻ ആയിട്ടില്ലല്ലോ. കടക്കാരൻ അദ്ദേഹത്തെ നോക്കി. ചേട്ടാ ക്ലീൻ ആയിട്ടില്ലെങ്കിൽ വേറെ ഇടത്ത് ഇരുന്നോളൂ ചേട്ടാ, എന്തിനാ ആവശ്യമില്ലാതെ ടെൻഷൻ ആവുന്നത്? ചേട്ടാ പക്ഷേ ഇത് കഴിക്കുന്ന ഇടമല്ലേ, നിങ്ങൾ ഇതിനെ ക്ലീൻ ആയിട്ട് വെച്ചിരിക്കണമല്ലേ? നിങ്ങൾക്കറിയുമല്ലേ ഈ ഈച്ച കാരണം എത്ര വ്യാധികൾ വരുന്നുണ്ടെന്ന്? ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ, നിങ്ങൾ തന്നെ പറയൂ. ഞാൻ എൻ്റെ കട നോക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ജോലികളും ഒറ്റ സമയത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? പക്ഷേ കഴിക്കുന്നതിന് മുൻപ് ശുദ്ധമായിട്ട് ഇരിക്കണമല്ലേ? നിങ്ങൾ വന്ന് ഈ ഈച്ചകളെ നോക്കൂ, കഴിക്കുന്ന ഭക്ഷണങ്ങൾ മെളിയിരിക്കുന്നു. അതുമാത്രമല്ലാതെ നിങ്ങൾ നിങ്ങളുടെ കടയിനെ ചാക്കടയുടെ അടുത്താണ് വെച്ചിരിക്കുന്നത്. ഇവിടെ നോക്കൂ ചേട്ടാ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ എൻ്റെ അടുത്ത് സമയമില്ലായിരുന്നു. നിങ്ങളുടെ സമോസ എടുത്തിട്ട് ഇവിടെ നിന്ന് പോയേക്ക്. ഭണ്ഡാരിലാൽ അവിടെ ഉണ്ടായിരുന്ന സമോസ പ്ലേറ്റിലേക്ക് നോക്കി. ഒട്ടും വൃത്തിയില്ലാതെ ശ്രദ്ധയില്ലാതെ ആഹാരം നൽകുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിന് ഒട്ടും ഇഷ്ടപ്പെടാത്തതുപോലെ തോന്നി തുടങ്ങി. ഇല്ല ചേട്ടാ, വളരെ നന്ദിയുണ്ട്, എന്നെ കൊണ്ട് ഇവിടെ കളിക്കാൻ പറ്റില്ല. ഭണ്ഡാരിലാൽ അവിടെ നിന്നും ഒന്നും കഴിക്കാതെ ആ സ്റ്റാളിൽ നിന്നും ചെന്നു. അദ്ദേഹം നഗരത്തിനെ നോക്കി നടന്നു പതുക്കെ മുന്നിലോട്ട് ചെന്നു. രാവിലെ തന്നെ എവിടെ നിന്ന് വരുന്നെന്ന് അറിയില്ലായിരുന്നു. ചേട്ടാ എൻ്റെ കടയിനെ എങ്ങനെ നടത്തണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയും. ഭണ്ഡാരിലാലിന് ഇതെല്ലാം തന്നെ കേട്ടു. അദ്ദേഹം അവരോട് വഴക്കുണ്ടാക്കാനോ തർക്കിക്കാനോ നിന്നില്ല. ഒന്നും തന്നെ മിണ്ടാതെ അവിടെ നിന്നും പോയി. അദ്ദേഹം ചെന്നതും വേറെ ചില ആളുകൾ ആ സ്റ്റാലിനടുത്ത് വന്ന് ഒന്നിച്ചു കൂടി. മറ്റൊരു വശത്ത് ആ ഗ്രാമത്തിലെ ബിജു സുഖമില്ലാതെ കിടക്കയിൽ കിടക്കുകയായിരുന്നു. അവന്റെ അമ്മ അവന്റെ അരികിലായി ഇരുന്ന് വളരെ സ്നേഹത്തോടെ അവന്റെ നെറ്റിയിൽ തുണി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞു, മോനെ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ പുറത്തു നിന്നും ആഹാരമൊന്നും കഴിക്കരുതെന്ന്? ഇപ്പോൾ കണ്ടോ, നിനക്ക് അസുഖം പിടിച്ചിരിക്കുന്നു. എന്ത് ചെയ്യാനാ അമ്മേ, എൻ്റെ ജോലി അങ്ങനെ തന്നെയല്ലേ. കഴിക്കാൻ ഒരു നല്ല സ്ഥലം കിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെ ശ്രദ്ധിക്കും? ഋജുവിന്റെ അമ്മയുടെ മുഖം വല്ലാതെയായി പോയി. അവർ വളരെ വിഷമത്തോടെ അവനെ നോക്കിക്കൊണ്ടേയിരുന്നു. ഇനി എന്ത് ചെയ്യാനാ മോനെ, ഈ ഗ്രാമത്തിൽ നമ്മൾ ചെന്ന് കഴിക്കുന്നത് പോലെ വൃത്തിയുള്ള കട ഒന്നും തന്നെ ഇല്ല. വലിയ കടയിൽ ചെന്ന് കഴിക്കാമെന്ന് നോക്കിയാൽ അവിടെയുള്ള വില. അതെ അമ്മേ, ഇത് ആലോചിച്ചാണ് എനിക്കും വിഷമം തോന്നുന്നു. ഋജുവിന്റെ അമ്മ വല്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അവരുടെ മുഖത്ത് വിഷമം നന്നായി കാണാൻ സാധിച്ചു. സാരമില്ല, പോട്ടെ മോനെ, കുറച്ചു ദിവസം നീ വീട്ടിൽ തന്നെ റെസ്റ്റ് എടുക്ക്. ഞാൻ നിനക്ക് ആരോഗ്യമുള്ള ആഹാരം ഉണ്ടാക്കി തരാം മോനെ. അത് കഴിച്ചാൽ തീർച്ചയായും നിനക്ക് ഗുണം പ്രാപിക്കും. ശരി അമ്മേ, ശരി, ഞാൻ ഇപ്പോൾ വിശ്രമിക്കുന്നു. അതിനുശേഷം ബ്രിജു കിടന്ന് ഉറങ്ങിപ്പോയി. അവന്റെ അമ്മ സ്നേഹത്തോടെ ബെഡ്ഷീറ്റ് അവനെ പുതപ്പിച്ചു കൊടുത്തു. പിന്നെ പതുക്കെ എണീറ്റ് അടുക്കളയിലേക്ക് അവർ ചെന്നു. ഭണ്ഡാരിലാൽ നഗരത്തിലേക്ക് വന്നെത്തി. അവിടെ കാണാൻ നല്ലൊരു സ്നാക്സ് കട അദ്ദേഹത്തിന്റെ കണ്ണിൽ കണ്ടു. ആ സ്ഥലം വളരെ വൃത്തിയുള്ളതായി തോന്നി. എന്നാലും അദ്ദേഹത്തിന് മനസ്സിനെന്തോ തൃപ്തി തോന്നിയില്ല. അദ്ദേഹം ആ കടയിലെ ഒരു ചെയറിൽ ചെന്നിരുന്നു. എന്നിട്ട് സമോസ കൊണ്ടുവരാനായി പറഞ്ഞു. ചേട്ടാ ഒരു പ്ലേറ്റ് സമോസ തരൂ. കടക്കാരൻ അദ്ദേഹത്തിന് ഒരു പ്ലേറ്റിൽ സമോസ എടുത്തുകൊണ്ട് വന്നു. അപ്പോഴാണ് അവിടേക്ക് ഒരു കുട്ടി ആ കടയുടെ അടുത്തേക്ക് വന്നത്. കടയിൽ വന്ന് ചോക്ലേറ്റ് ചോദിച്ചു. അങ്കിൾ, എനിക്ക് ഒരു ചോക്ലേറ്റ് തരൂ. കടക്കാരനും ആ കുട്ടിയുടെ കയ്യിൽ ചോക്ലേറ്റ് നൽകി. ഭണ്ഡാരിലാൽ തന്റെ ആഹാരം രുചിച്ചു കഴിക്കാൻ തുടങ്ങി. സമോസ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എണീറ്റു. എന്നിട്ട് ബില്ല് നൽകാനായി മുൻപിലേക്ക് ചെന്നു. ശരി പറയൂ ചേട്ടാ, എത്ര ആയി? 60 രൂപയായിട്ടുണ്ട്. എന്ത്, 60 രൂപയോ? എന്തിനാ ചേട്ടാ ഇത്ര കോസ്റ്റ്ലി?
എന്താ ചേട്ടാ, ഞാൻ ഈ സിറ്റിയിൽ കട വെച്ച് നടത്തുന്നുണ്ട്. സാധനങ്ങൾ വാങ്ങണം, പിള്ളേരുടെ സാലറി, പിന്നെ ഒരുപാട് ചെലവുകളുണ്ടല്ലേ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ വിലയിലാണ് കഴിക്കുന്നത്. ചേട്ടാ, സമോസ പോലുള്ള ഭക്ഷണങ്ങളെ എല്ലാവരും കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് സമോസാവിനെ ഇത്ര വിലയിൽ വിൽക്കാൻ പറ്റില്ലായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ പൈസ തന്നേക്ക്, എൻ്റെ വ്യാപാരം ഞാൻ നോക്കിക്കൊള്ളും. ഭണ്ഡാരിലാൽ ആ ബില്ല് നൽകിയിട്ട് കടയിൽ നിന്നും പുറത്തേക്ക് പോയി. അദ്ദേഹം തെരുവിൽ നടന്നു പോവുകയായിരുന്നു. പോകുന്ന വഴിയിൽ അദ്ദേഹം ഒരാളെ ശ്രദ്ധിച്ചു. പുൽക്കായിൽ ചുറ്റി വച്ചിരുന്ന പന്നീർ വിറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. ഭണ്ഡാരിലാലുവിന്റെ ആഗ്രഹം അധികമായി. എന്നിട്ട് അദ്ദേഹം ഉടനെ ചെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, ചേട്ടാ, നിങ്ങൾ എന്താണ് വിറ്റുകൊണ്ടിരിക്കുന്നത്? ഇതിന് പന്നീർ ഷവർമ എന്ന് പറയും. അങ്ങനെയാണോ? ഇതിൽ എന്തൊക്കെ ഉണ്ടാവും? ഇതില് മസാല ഇരിക്കുന്ന പന്നീർ, പിന്നെ മൈദ റൊട്ടിൻ്റെ അകത്ത് മയോനേസ്, പിന്നെ ചട്നിയോട് ചേർത്ത് റോൾ ചെയ്ത് തരും. മൈദ റൊട്ടി, മസാല, മയോനേസ് ഇതെല്ലാം ശരീരത്തിന് ആരോഗ്യமான സാധനങ്ങളാണോ? ഇതിൽ ആപത്ത് ഉണ്ടാവാം, പക്ഷേ ഇതില് മസാല, പന്നീർ, ചട്നി ഉണ്ടല്ലേ, അത് ശരീരത്തിന് എന്തെങ്കിലും നല്ലത് ചെയ്യും. അത് മാത്രമല്ലാതെ ഇതിൽ എണ്ണയും ഉപയോഗിച്ചിട്ടില്ല. ഇത് ശരീരത്തിന് നല്ലതെന്ന് പറയില്ല, പക്ഷേ ഇതിനെ കൊണ്ട് വലിയ ആപത്തൊന്നും ഇല്ല. ഭണ്ഡാരിലാലു വളരെ തെളിവായി കേട്ടു. പിന്നെ വളരെ തെളിവായി ആകർഷിക്കപ്പെട്ടു. പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ഏതാണോ തേടിക്കൊണ്ടിരുന്നത് അത് അദ്ദേഹം കണ്ടുപിടിച്ചു. ഭണ്ഡാരിലാൽ വളരെ സന്തോഷത്തോടെ ഗ്രാമത്തിലേക്ക് തിരികെ വന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് സന്തോഷവും അദ്ദേഹത്തിന്റെ ചുണ്ടത്തെ ചിരിയും ഉണ്ടായിരുന്നു. വരുന്ന വഴിയിൽ അദ്ദേഹം മാധവിനെ കണ്ടു. ചേട്ടാ, എന്തു പറ്റി ഭണ്ഡാരി ചേട്ടാ? ചിരിച്ചു കൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ലോട്ടറി കിട്ടിയിട്ടുണ്ടോ? നീ അങ്ങനെ തന്നെ വിചാരിച്ചോളൂ, ലോട്ടറിയാണ് കിട്ടിയിട്ടുണ്ട്. എന്ത് കാര്യം? എത്ര കിട്ടിയിട്ടുണ്ട്? പൈസയല്ല, കഴിവ് കിട്ടിയിട്ടുണ്ട്. എന്താ പറയുന്നത് ചേട്ടാ? ഗ്രാമത്തിലെ എല്ലാ സ്ഥലത്തും മോശമായ എണ്ണ കൊണ്ട് ചെയ്യുന്ന ഭക്ഷണം, ഒരുപാട് അഴുക്കായ സ്ഥലം, പഴയ സാധനങ്ങൾ വെച്ച് സமைച്ച് അത് വിറ്റുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഞാൻ നിർത്താൻ പോകുന്നുണ്ട്. വളരെ ആരോഗ്യമായ, ഒരുപാട് സുഖാതരമായ ഭക്ഷണം ഞാൻ എല്ലാവർക്കും വിൽക്കാൻ പോകുന്നു. എന്ത് നേരാണോ? പക്ഷെ നിങ്ങൾ എന്താ വിൽക്കാൻ പോകുന്നത്? സമോസാവോ, കച്ചോരിയോ, ജിലേബിയോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലോ? ഷവർമ. എന്തേ ഷവർമാവോ? എന്ത് വെച്ചാൽ എന്താ ചേട്ടാ? ഒരു റൊട്ടീൻ്റെ അകത്ത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികളെ വെച്ച് ആൾക്കാർക്ക് അതിനെ നമ്മൾ വിൽക്കാം. അതെയാണ് ഷവർമ എന്ന് പറയുന്നത്. അതെയോ? പക്ഷെ നിങ്ങൾ ഇതിനെ എങ്ങനെ ചെയ്യും? നീ നോക്കിക്കണ്ടു തന്നെ ഇരിക്കൂ. മാധവ് ശരിയെന്ന് സമ്മതിച്ചു. എന്നിട്ട് അവിടെ നിന്നും തിരിച്ചു. ഭണ്ഡാരിലാലും കുറച്ചു സമയത്തിനകം തന്റെ വീട്ടിലേക്ക് ചെല്ലാൻ തുടങ്ങി. അടുത്ത ദിവസം ഭണ്ഡാരിലാൽ തന്റെ ഷവർമ കട അലങ്കരിച്ചു. പാത്രങ്ങൾ, അടുപ്പ്, പിന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും വളരെ വൃത്തിയായും വളരെ നന്നായും സൂക്ഷിച്ചിരുന്നു. അതുവഴി പോകുന്നവരും വരുന്നവരും അത് വളരെ ആകാംക്ഷയോടുകൂടി നോക്കി. അപ്പോഴാണ് ബ്രിജു അവിടേക്ക് വന്ന് കേട്ടത്. എങ്ങനെ ഉണ്ട് കൊച്ചാ? ഞാൻ നന്നായിട്ടുണ്ട്. നീ പറയൂ, നീ എങ്ങനെ ഉണ്ട്? ഞാൻ നന്നായിരിക്കുന്നു കൊച്ചാ. അത് ശരി, നിങ്ങൾ എന്ത് കച്ചവടമാണ് തുടങ്ങിയത്? മോനെ, ഇതിനെ ഷവർമ എന്ന് പറയുന്നത്. ഇത് രുചിയുള്ള ഭക്ഷണമാണ്. ഇതിൽ റൊട്ടീൻ്റെ അകത്ത് പച്ചക്കറികൾ വെച്ച് തരുന്നുണ്ട്. ഒരു ചില കാര്യങ്ങൾ ചേർക്കുന്നത് കാരണം ഇത് ഒരു നല്ല ഭക്ഷണമായി മാറിയിട്ടുണ്ട്. ഷവർമയെ പറ്റി എനിക്കും അറിയും കൊച്ചാ, പക്ഷേ ഇതിൽ മൈദ റൊട്ടിയല്ലേ ഉണ്ടാവും. അത് നല്ലതാണോ? ഇല്ല മോനെ, എൻ്റെ കടയിൽ ഈ സാധനങ്ങളിൽ ഞാൻ വളരെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ആൾക്കാർക്ക് കെടുതൽ തരുന്ന ഏതൊരു സാധനത്തിനെയും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഇതില് റാഗി റൊട്ടിയാണ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ ആരോഗ്യമായിട്ടുണ്ടാവും. ശരി കൊച്ചാ, എന്നെ കൊണ്ട് ചെയ്തു തരൂ. ഭണ്ഡാരിലാൽ തന്റെ ജോലി ഉടൻ തന്നെ തുടങ്ങി. അദ്ദേഹം മസാല നിറഞ്ഞ പന്നീർ വെട്ടി, അതിൽ കുറച്ച് പച്ചക്കറികൾ ഇട്ടു, അതെല്ലാം റാഗി റൊട്ടിയിൽ ചുറ്റി, എന്നിട്ടത് ബ്രിജുവിന് നൽകി. ബ്രിജു ഒരേ ഒരു വായ കഴിച്ചു. ഉടൻ തന്നെ അവന് ചുമ വരാൻ തുടങ്ങി. ചേട്ടാ, എന്ത് മോനെ, എന്താ പറ്റിയത്? കൊച്ചാ, ഇതിലെ മസാല ഒരുപാട് അധികമായിട്ടുണ്ട്. നമ്മളുടെ ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് ഇത്ര മസാല കഴിക്കുന്നത് ആർക്കും പഴക്കമില്ല. കൊച്ചുകുട്ടികൾ ഇത് കഴിക്കാൻ പറ്റില്ലായിരുന്നു. ഭണ്ഡാരിലാൽ അത് വളരെ ശ്രദ്ധിച്ചു കേട്ടു. എന്നിട്ട് വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി. ശരി മോനെ, ഞാൻ ഈ കാര്യത്തിന് ശരി ചെയ്യുന്നു. സമയം രാത്രിയായി. ഗ്രാമം മുഴുവൻ വളരെ ശാന്തത നിറഞ്ഞിരുന്നു. എല്ലാരും തന്നെ ഉറങ്ങിപ്പോയി. ഭണ്ഡാരിലാൽ മാത്രം തനിച്ച് ഉറങ്ങാതെ ഇരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ലൈറ്റ് ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭണ്ഡാരിലാൽ ചിന്തിക്കാൻ തുടങ്ങി. അതായത് അദ്ദേഹത്തിന്റെ ഷവർമയെ എങ്ങനെ നല്ല രീതിയിൽ ചെയ്യുന്നതെന്ന് ചിന്തിച്ചു. അദ്ദേഹത്തിന് വല്ലാതെ കുഴപ്പമായിരുന്നു. തെളിവായ ഒരു തീരുമാനം അദ്ദേഹത്തിന് കിട്ടിയില്ല. അപ്പോഴാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയത്. അദ്ദേഹത്തിന് ഓർമ്മ വന്നു, കുട്ടികൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണെന്ന്. ഒറ്റ ക്ഷണം കൊണ്ട് ഭണ്ഡാരിലാലുവിന്റെ മൈൻഡിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായി.
ഈ ഷവർമാവിൽ ചോക്ലേറ്റ് കേക്ക് ചേർത്താൽ എങ്ങനെ ഉണ്ടാവും? കേക്ക് കാരണം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും, പിന്നെ ആരോഗ്യത്തിനും ഏതൊരു കഷ്ടവും തരുന്നില്ല. ഭണ്ഡാരിലാൽ റെസിപ്പിക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും എഴുതാൻ തുടങ്ങി. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആ രാത്രിയും കടന്നു. അദ്ദേഹത്തിന്റെ പ്ലാനിങ്ങിന് ഒരു അവസാനത്തെ രൂപം കിട്ടി. രാവിലെ ഭണ്ഡാരിലാൽ മാധവിന്റെ കൊക്കോ ഫാമിലേക്ക് ചെന്നു. അദ്ദേഹം കൊക്കോ മരങ്ങളെ നോക്കിക്കൊണ്ട് ആ ഫാമിനെ നന്നായി ചുറ്റി നോക്കി. അപ്പോഴാണ് മാധവ് വന്നത്. അദ്ദേഹത്തെ കണ്ടു. അല്ല ചേട്ടാ, എന്തിനാ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു? ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ കോക്കോവിനെ പറ്റിയ ഡീറ്റെയിൽസ് അറിയാൻ മുന്നേ വന്നിരിക്കുന്നു. അങ്ങനെയാണോ ചേട്ടാ? കേൾക്കൂ, നിങ്ങൾക്ക് എന്ത് കാര്യം അറിയേണ്ടത്? ഇതിൽ നിന്ന് ചോക്ലേറ്റിനെ എങ്ങനെ ചെയ്യുന്നുണ്ട്? എന്ത്, ഇത്രയേ കാര്യമോ? വരൂ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഭണ്ഡാരിലാലും മാധവും ഫാമിലെ ഒരു കൊക്കോ മരത്തിനടിയിൽ ചെന്ന് ഇരുന്നു. മാധവ് എങ്ങനെ ചെയ്യണമെന്ന കാര്യം പറഞ്ഞു. ഭണ്ഡാരിലാൽ അത് വളരെ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ട് എല്ലാം തന്നെ എഴുതി വെച്ചു. ആദ്യം ഈ പഴങ്ങളിൽ നിന്ന് കോക്കോ ബീൻസിനെ തനിച്ച് എടുക്കണം. പിന്നെ ഒരുപാട് ആഴ്ചയ്ക്ക് ഇതിനെ മരത്തിന്റെ നിഴലിൽ തന്നെ വെക്കണം. അതും വെള്ളത്തിൽ നനയാതെ വെക്കണം. അതിനുശേഷം ആ വിത്തുകളിനെ വെയിലിൽ ഉലർത്തിപ്പിക്കണം. അതിനുശേഷം അതിനെ ചെറിയ തുണ്ടുകളായിട്ട് ഉപയോഗിക്കണം. ഇത് അപ്പോൾ തന്നെ സ്വീറ്റ് ആയിട്ടുണ്ടാവുമോ? ഇല്ല, കോക്കോ വിത്തുകൾ ഒരുപാട് കസപ്പായിട്ടുണ്ടാവും. ഇതിനെ കഴിക്കാനുള്ള രുചിയായിട്ട് മാറ്റാനായിട്ട് നമ്മൾ ഇതിൽ പഞ്ചസാര ഉപയോഗിക്കണം. പക്ഷേ പഞ്ചസാര ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു കുഴപ്പവും ഇല്ല. നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് സാധനങ്ങൾ ഇപ്പോഴും ഉണ്ട്. ആപത്തില്ലാതെ രുചി മറ്റും തരും. അതുകൊണ്ട് ഏതൊരു ആപത്തും ഉണ്ടായില്ല. അതായത് ഈത്തപ്പഴം. ഭണ്ഡാരിലാൽ ശരിയെന്ന് സമ്മതിച്ചു. എന്നിട്ട് അവിടെ നിന്നും പുറപ്പെട്ടു. അന്ന് തന്നെ ഭണ്ഡാരിലാൽ പല പല ഫോമുകളിലേക്ക് ചെന്നു. ഈന്തപ്പഴത്തോട്ടം, പൂവരക് തോട്ടം, പാല് വാങ്ങുന്ന സ്ഥലം, ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്കും ചെന്നു. അദ്ദേഹം കൃഷിക്കാരോട് സംസാരിച്ചു. അവരെന്തൊക്കെ പറയുന്നു അതൊക്കെ നന്നായി നോട്ട് ചെയ്ത് വെച്ചു. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അദ്ദേഹത്തിന്റെ ചോക്ലേറ്റ് കേക്ക് ഷവർമ ഐഡിയയെ സത്യമാക്കണമെന്ന് കരുതി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു രാത്രി ഭണ്ഡാരിലാലുവിന്റെ കയ്യിൽ തന്റെ ഐഡിയ സത്യമാക്കാനുള്ള എല്ലാ സാധനങ്ങളും വന്നെത്തി കഴിഞ്ഞു. അദ്ദേഹം ആദ്യം രാഗി മാവ് കയ്യിലെടുത്തു. എന്നിട്ടത് ചെറുതായി ഉലർത്തി. എന്നിട്ടൊരു പാത്രത്തിൽ കോക്കോ പൗഡർ, ഓട്സ് മാവ്, തൈര്, ഈത്തപ്പഴത്തിന്റെ സീറം, പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ചേർത്തു. ഈ മിക്സിനെ തന്റെ വീട്ടിലുള്ള ഓവനിൽ അദ്ദേഹം വെച്ചു. അതല്പം പാരമ്പര്യ രീതിയിലുള്ള അടുപ്പായിരുന്നു. എന്നിട്ടത് ബേക്ക് ചെയ്തു. പിന്നെ കൗണ്ടറിൽ അദ്ദേഹം ഒരു റൊട്ടി പരത്തി. എന്നിട്ടത് തവായിലിട്ടു. റൊട്ടിയിൽ ചൂടുള്ള കാറ്റ് കൊണ്ടതും തന്നെ അത് വലുതാകാൻ തുടങ്ങി. അതിനകം കേക്കും റെഡിയായി. അദ്ദേഹം ചൂടുള്ള റൊട്ടി കൗണ്ടറിൽ വെച്ചു. അതിന്റെ മുകളിൽ ശർക്കരയുടെയും ഈത്തപ്പഴത്തിന്റെ സിറപ്പും തടവി. എന്നിട്ടതിൽ ഉണ്ടാക്കിയ കേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ടു. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും ടോപ്പിങ്ങിന് വേണ്ടി അതിലിട്ടു. വളരെ ശ്രദ്ധയോടെ ആ റൊട്ടിയെ ഷവർമ പോലെ റോളായി ചുറ്റി. എന്നിട്ടൊരു വലിയ കഷ്ണം എടുത്ത് കഴിച്ചു നോക്കി. ഉടനെ അദ്ദേഹത്തിന് റാഗിയുടെ ആരോഗ്യമായ റൊട്ടിക്കകത്ത് മധുരവും ഡ്രൈ ഫ്രൂട്ടിന്റെ രുചിയും അത്ഭുതമായിരുന്നു. അദ്ദേഹം വളരെ സന്തോഷത്തോടെ ബാക്കിയുള്ളതും കഴിച്ചു. പിന്നെ അന്ന് രാത്രി അവിടം കൊണ്ട് അവസാനിച്ചു. അടുത്ത ദിവസം രാവിലെ ഭണ്ഡാരിലാൽ തന്റെ വണ്ടിക്കട വീട്ടിൽ നിന്നും പുറത്തേക്ക് എടുത്തുകൊണ്ടുവന്നു. അടുത്തുള്ള തെരുവിൽ കൊണ്ടുവന്ന് നിർത്തി. അദ്ദേഹം ആദ്യം അവിടെയുള്ള സ്ഥലം മുഴുവൻ ചൂലുകൊണ്ട് അടിച്ച് തൂത്തുവാരി. എല്ലാ ചവറുകളും എടുത്തു. എന്നിട്ട് കുറച്ചു ദൂരെ ഒരു ചവർ കുട്ട വെച്ചു. എന്നിട്ടൊരു ബോർഡും എഴുതി വെച്ചു. അതിൽ ജനങ്ങളോട് ചവർ ഇവിടെ ഇടുക എന്ന് എഴുതി വെച്ചിരുന്നു. അദ്ദേഹം തന്റെ സ്റ്റോള് വൃത്തിയാക്കി. എല്ലാം വളരെ വൃത്തിയായി തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് നന്നായി കാണാൻ സാധിച്ചു. അദ്ദേഹം 4 കേക്ക് ഒന്നിനു മുകളിൽ ഒന്നായി വെച്ച് വണ്ടിയുടെ മുകളിലുള്ള ആ കമ്പിയിൽ അലങ്കരിച്ചു. എന്നിട്ട് അടുപ്പിൽ അദ്ദേഹം പാൻ വെച്ചു. എന്നിട്ട് സിറപ്പുകൾ, പാത്രങ്ങൾ എല്ലാം നല്ല രീതിയിൽ വെച്ചിരുന്നു. കുറച്ചു സമയത്തിനകം അവിടെ ജനങ്ങൾ ഒന്നിച്ചുകൂടി. വളരെ ആഗ്രഹത്തോടെ ഭണ്ഡാരിലാലുവിനോട് ചോദ്യങ്ങൾ ചോദിച്ചു. ചേട്ടാ, ഭണ്ഡാരി ചേട്ടാ, എന്താ ഇത്? ഇതാണ് എന്റെ പുതിയ കണ്ടുപിടിപ്പ്. ചോക്ലേറ്റ് കേക്ക് ഷവർമ ആണ്. കുറഞ്ഞ വിലയിൽ ഒരു നല്ല ചുവയുള്ള ശുദ്ധമായ ഭക്ഷണം. എന്ത്, നേരാണോ? ആ, നേരാണ്. ശരി കൊച്ചാ, ഇത് എത്ര എന്ന് പറയൂ? കൊച്ചുകുട്ടികൾക്ക് 15, പെരിയവർക്ക് 20. പക്ഷേ നിങ്ങൾ ഇതിനെ വിൽക്കുന്നത് കാരണം നിങ്ങൾക്ക് ലാഭം കിട്ടുന്നുണ്ടോ? ഞാൻ ഈ വ്യാപാരത്തിന് ലാഭത്തിന് വേണ്ടിയൊന്നും ചെയ്യില്ല. മാറ്റത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. എനിക്ക് ഈ കാര്യം അറിയും. ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് ഗ്രാമത്തിൽ എല്ലാവരും അവരെ മാറ്റിക്കോളും. എല്ലാരും ശരിയെന്ന് സമ്മതിച്ചു. ഭണ്ഡാരിലാൽ തന്റെ ചോക്ലേറ്റ് കേക്ക് ഷവർമയെ എല്ലാവർക്കും എടുത്തു നൽകി. കുട്ടികൾ, വലിയവർ, വയസ്സായവർ
എല്ലാരും ആദ്യത്തെ വായ കഴിച്ചതും തന്നെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവരുടെ മുഖത്തെ സന്തോഷം നന്നായി കാണാൻ സാധിച്ചു. പിന്നെ ഇങ്ങനെ ഒരു സാധാരണ ഗ്രാമത്തിലെ ആള് ഭണ്ഡാരിലാൽ ആ രീതിയിലുള്ള ഒരു ചോക്ലേറ്റ് കേക്ക് ഷവർമ ചെയ്യുന്നതിൽ വിജയിച്ചു. അത് ഇതിനു മുൻപ് ആരും തന്നെ കഴിച്ചിട്ടില്ല. അത് വളരെ വ്യത്യാസമായും നല്ലതായും ഇരുന്നു. അത് ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. ഈ കഥ ഇതോടെ അവസാനിച്ചു.